ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തരുത്. SFI മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് SFI പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കുവാൻ നോക്കിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി PM സഞ്ജീവിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100ഓളം ആളുകൾ ചേർന്ന വലിയ മാർച്ചോടെയാണ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിന് മുൻപിൽ എത്തിയത്. പ്രതിഷേധം തുടരുമെന്ന മുന്നറിയിപ്പ് പ്രവർത്തകർ നേരത്തെ നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തുടരുന്നുണ്ടായിരുന്നു. ഗൂഗിൾ പേ വഴി വരെ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്ന ഞരമ്പ് രോഗിയായി പാലക്കാട് MLA മാറിയെന്നും രാഹുൽ മാങ്കൂട്ടം ഇനി പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തരുതെന്നും SFI പാലക്കാട് ജില്ലാ സെക്രട്ടറി S. വിപിൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ സമിതിയെ നിയോഗിക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചു. രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരട്ടെ എന്നാണ് നേതൃത്വം പറയുന്നത്. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും കോൺഗ്രസിൽ ധാരണയായി. ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് കരുതേണ്ട, അറസ്റ്റിലായാൽ മന്ത്രിസ്ഥാനത്തു നിന്നും നീക്കുന്ന ബില്ലിനെ പിന്തുണച്ച് പ്രധാനമന്ത്രി. അറസ്റ്റിലായാൽ മന്ത്രിസ്ഥാനത്തു നിന്നും നീക്കുന്ന ബില്ലിനെ പിന്തുണച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജയിലിൽ കിടന്ന് ഭരിക്കുവാൻ ആർക്കും കഴിയില്ല. കുറച്ചുകാലം മുൻപ് ജയിലിൽ നിന്നും ഫയലുകൾ ഒപ്പിടുന്നത് നാം കണ്ടു. പ്രധാന പദവികൾ വഹിക്കുന്നവരെ ജയിലിൽ നിന്നും പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ല. നേതാക്കൾക്ക് അത്തരമൊരു മനോഭാവം ഉണ്ടെങ്കിൽ അഴിമതി എങ്ങനെ തടയുവാനാകുമെന്നും പ്രധാനമന്ത്രി ചോദിച്ചു. ഒരു സർക്കാർ ജീവനക്കാരനെ 50 മണിക്കൂർ തടവിൽ ആക്കിയാൽ അയാൾക്ക് ജോലി നഷ്ടപ്പെടും. അത് ഡ്രൈവർ, ക്ലർക്ക് അല്ലെങ്കിൽ പ്യൂൺ ആകട്ടെ. എന്നാൽ ഒരു മുഖ്യമന്ത്രി, മന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി പോലും ജയിലിലായിരിക്കുമ്പോഴും സർക്കാരിൽ തുടരണമോ എന്നും അദ്ദേഹം ചോദിച്ചു. എന്തുകൊണ്ട് സർക്കാരുകളെ ജയിലിൽ നിന്നും പ്രവർത്തിക്കുവാൻ അനുവദിക്കണം? അങ്ങനെയെങ്കിൽ കളങ്കിതരായ മന്ത്രിമാർ അവരുടെ പദവികളിൽ തുടരണോ? ജനങ്ങൾ അവരുടെ നേതാക്കൾ ധാർമ്മിക സത്യസന്ധത ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരുവ് നായ പ്രശ്നത്തിൽ ദേശീയ തലത്തിൽ നയം വേണമെന്ന് സുപ്രീം കോടതി. എല്ലാ സംസ്ഥാനങ്ങളെയും കക്ഷി ചേർത്തു. ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ 8 ആഴ്ചയ്ക്കുള്ളിൽ കൂട്ടിലടക്കണമെന്ന ഓഗസ്റ്റ് 11 ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി 3 അംഗ ബെഞ്ച്. അക്രമകാരികളല്ലാത്ത നായ്ക്കളെ ബന്ധീകരിച്ച ശേഷം തെരുവിലേക്ക് തന്നെ തുറന്നുവിടണമെന്ന് കോടതി ഉത്തരവിറക്കി. രാജ്യത്തെ തെരുവ് നായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ ദേശീയ നയം രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിഷയത്തിൽ സംസ്ഥാനങ്ങളെയും കക്ഷി ചേർത്തു. ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മെഹ്ത, ജസ്റ്റിസ് NV അൻസാരി എന്നിവരടങ്ങിയ 3 അംഗ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുവാൻ അനുവദിക്കരുത്. ഇതിന് പ്രത്യേക കേന്ദ്രങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കണം. ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. മൃഗസ്നേഹികൾക്ക് വേണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നായ്ക്കളെ ദത്തെടുക്കാം. സമാന വിഷയത്തിൽ ഹൈക്കോടതികളിൽ തീരുമാനമാകാത്ത കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റുവാൻ രജിസ്ട്രാറോട് കോടതി നിർദ്ദേശിച്ചു. കൂടാതെ രാജ്യത്ത് ABC നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകുവാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും മൃഗസംരക്ഷണ വകുപ്പുകൾക്കും കോടതി നോട്ടീസ് നൽകി. സംസ്ഥാനങ്ങളെ കക്ഷി ചേർക്കുവാനുള്ള നിർദ്ദേശം സ്വാഗതാർഹമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുവാൻ 3000 രൂപ കൈക്കൂലി. കാസർഗോഡ് KSEB സബ് എഞ്ചിനീയറെ വിജിലൻസ് പിടികൂടി. കാസർഗോഡ് കൈക്കൂലി വാങ്ങുന്നതിനിടെ KSEB സബ് എഞ്ചിനീയറെ വിജിലൻസ് പിടികൂടി. ചിത്താരി സബ് എഞ്ചിനീയർ സുരേന്ദ്രനാണ് പിടിയിലായത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വീടിന്റെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനായി 3000 രൂപ കൈക്കൂലി തരണമെന്ന് ഉദ്യോഗസ്ഥൻ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെയാണ് കാസർഗോഡ് വിജിലൻസ് DYSP ഉണ്ണികൃഷ്ണനെ വീട്ടുടമ വിവരമറിയിക്കുന്നത്. കൈക്കൂലി വാങ്ങുന്ന സമയത്ത് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡ് നടത്തുകയും ഉദ്യോഗസ്ഥനെ പിടികൂടുകയുമായിരുന്നു. നിലവിൽ സബ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജയിക്കാൻ കാശ്മീരിൽ നിന്നുവരെ ആളെ ചേർക്കുമെന്ന് B. ഗോപാലകൃഷ്ണൻ വിമർശിച്ച് CPIM ന്യായീകരണവുമായി MT രമേശ്.
വോട്ട് ചേർക്കലിൽ വിവാദ പ്രസ്താവനയുമായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ. വേണ്ടിവന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും എന്നാണ് ബി ഗോപാലകൃഷ്ണന്റെ പരാമർശം. അത് നാളെയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. എവിടെ നിന്നും വോട്ട് ചേർക്കുമെന്ന് പറയുന്നതിന് പിന്നിൽ ഫാസിസ്റ്റ് നിലപാടാണ് എന്നാണ് MV ഗോവിന്ദന്റെ വിമർശനം. എന്തിനാ കാശ്മീരിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവരുന്നതെന്നും ശശി തരൂർ മുതൽ DK ശിവകുമാർ വരെയുള്ളവർ ഇവിടെയുണ്ടല്ലോ എന്നും മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ പരിഹസിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. റാപ്പർ വേടനെക്കുറിച്ച് പഠിക്കാനുള്ള കേരള സർവകലാശാല നീക്കം വിശദീകരണം തേടി VC. AI തയ്യാറാക്കിയ കവിത പാബ്ലോ നെരൂദയുടെ കവിതയായി പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിനും വേടനെക്കുറിച്ച് പഠിപ്പിച്ചതിനും വിശദീകരണം തേടി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്പൽ. ബോർഡ് ഓഫ് സ്റ്റഡീസിനോടാണ് വിശദീകരണം തേടിയത്. 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഇംഗ്ലീഷ് വകുപ്പിന്റെ സിലബസിൽ AI കവിതയും വേടനെയും പഠിപ്പിച്ചത്. നിർമ്മിത ബുദ്ധി തയ്യാറാക്കിയ ഇംഗ്ലീഷ് URA ലാംഗ്വേജ് എന്ന തലക്കെട്ടോട് കൂടിയ കവിതയാണ് ലോകപ്രശസ്ത കവി പാബ്ലോ നെരൂദയുടേതെന്ന് പറഞ്ഞ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത്. 4 വർഷ ഡിഗ്രി കോഴ്സുകളിലെ 1ാം സിലബസിലാണ് ഈ ഗുരുതര പിഴവ് കടന്നുകൂടിയത്. 3ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കാണ് വേടനെക്കുറിച്ച് ഇംഗ്ലീഷ് വകുപ്പ് പഠിപ്പിച്ചത്. കേരളത്തിലെ റാപ്പ് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിലാണ് വേടനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഉള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി വേടൻ പോരാട്ടം നടത്തി എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ബംഗളൂരുവിലെ ദുരന്തം വിനയായി. വനിതാ ലോകകപ്പ് വേദിയായി ചിന്നസ്വാമിക്ക് പകരം മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയം. സെപ്റ്റംബർ 30 മുതൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഇന്ത്യൻ വേദികളിൽ മാറ്റം. പുതുക്കിയ ഷെഡ്യൂൾ ഓഗസ്റ്റ് 22-ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പുറത്തിറക്കിയപ്പോൾ 5 വേദികളിൽ ഒന്നായി ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പകരം നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2025 ജൂണിൽ IPL വിജയാഹ്ലാദത്തിനിടെ ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ഇവിടെ മത്സരം നടത്തുവാനുള്ള അനുമതി പോലീസ് നൽകിയിട്ടില്ല. ഇതേ തുടർന്നാണ് വേദി മുംബൈയിലേക്ക് മാറ്റുവാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ തീരുമാനമെടുത്തത്. ആകെ 8 ടീമുകളാണ് ഇരു രാജ്യങ്ങളിലുമായി മാറ്റുരയ്ക്കുക. സെപ്റ്റംബർ 30-ന് ആതിഥേയരായ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടും. ഒക്ടോബർ 3 സൌത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട്, 26-ന് ഇന്ത്യ ബംഗ്ലാദേശ്, ഒക്ടോബർ 30-ന് സെമി ഫൈനലുകളും നവംബർ 2-ന് ഫൈനലും നടക്കും. ആലപ്പിയെ എറിഞ്ഞൊതുക്കി തൃശൂർ. 7 വിക്കറ്റിന്റെ ഉജ്ജ്വല ജയത്തോടെ തുടങ്ങി തൃശൂർ. KCL സീസൺ 2 പോരാട്ടങ്ങൾക്ക് 7 വിക്കറ്റിന്റെ ഉജ്ജ്വല ജയത്തോടെ തുടക്കമിട്ട് തൃശൂർ. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ആലപ്പിയെ കൂറ്റൻ സ്കോർ നേടുന്നതിൽ പിടിച്ചുകെട്ടി 151-ൽ തളയ്ക്കുവാൻ തൃശൂരിനായി. ക്യാപ്റ്റൻ അസ്റുദ്ദീന്റെ അർദ്ധ സെഞ്ചുറിയാണ് പൊരുതാനാകുന്ന സ്കോറിലേക്ക് ആലപ്പിയെ എത്തിച്ചത്. അസ്റുദ്ദീന് പുറമെ 30 റൺസ് നേടിയ ശ്രീരൂപ് MP-ക്ക് മാത്രമാണ് ആലപ്പിക്കായി തിളങ്ങുവാൻ സാധിച്ചത്. 7 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ആലപ്പിയുടെ 151 റൺസ് നേട്ടം. തൃശൂരിന്റെ സിബിൻ ഗിരീഷ് 4 വിക്കറ്റ് നേടി ബൌളിംഗിൽ മികച്ചു നിന്നു. തൃശൂരിന്റെ മറുപടി ബാറ്റിംഗിൽ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിറന്നു. ഓപ്പണർമാരായ ആനന്ദ് കൃഷ്ണൻ, അഹമ്മദ് ഇമ്രാൻ എന്നിവർ തൃശൂരിനായി അർദ്ധ സെഞ്ചുറികൾ നേടി. ആനന്ദ് കൃഷ്ണൻ 39 പന്തിൽ നിന്നും 63 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ അഹമ്മദ് ഇമ്രാന്റെ നേട്ടം 44 പന്തിൽ നിന്നും 61 റൺസാണ്. 121 റൺസിന്റെ 1ാം വിക്കറ്റ് കൂട്ടുകെട്ട് തൃശൂർ വിജയത്തിൽ നിർണായകമായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.